കാൽപന്തു കളിയിലെ മാന്ത്രികൻ ലയണൽ മെസ്സി ലോകകപ്പ് വേദിയിൽ വീണ്ടും ചരിത്രം തിരുത്തിയെഴുതുകയാണ്. 1966 ശേഷം ലോകകപ്പിൽ ഏറ്റവും കൂടുതൽ അസിസ്റ്റുകൾ എന്ന മാസ്മരിക നേട്ടം ഇനി മിഷിഹായുടെ സ്വന്തമാണ്. അർജന്റീനയുടെ എക്കാലത്തെയും വലിയ ഫുട്ബോൾ ഇതിഹാസം സാക്ഷാൽ ഡീഗോ മറഡോണയാണ് ഈ കുറിയ മനുഷ്യൻ പിന്നിലാക്കിയിരിക്കുന്നത്. ഈജിപ്തിനെതിരെയുള്ള പോരാട്ടത്തിൽ ഒരു തകർപ്പൻ ഗോൾ നേടുക മാത്രമല്ല, സഹതാരത്തിന് മറ്റൊരു ഗോളിന് വഴിയൊരുക്കുകയും ചെയ്തുകൊണ്ട് താൻ എന്തുകൊണ്ട് ഇതിഹാസമാകുന്നു എന്ന് അദ്ദേഹം വീണ്ടും ലോകത്തിന് കാണിച്ചു കൊടുത്തിരിക്കുകയാണ്. ഈ ലോകകപ്പിൽ മാത്രം 8 തവണയാണ് ആ മാന്ത്രിക കാലുകൾ എതിർവല കുലുക്കിയത്. ഇതോടെ ലോകകപ്പ് വേദിയിലെ തന്റെ ആകെ ഗോൾ നേട്ടം 21 എന്ന വിസ്മയിപ്പിക്കുന്ന സംഖ്യയിലേക്ക് മെസ്സി ഉയർത്തിയിരിക്കുന്നു. കാലം കാത്തുവെച്ച കിരീടങ്ങളിലേക്കുള്ള പ്രയാണത്തിൽ മെസ്സി വിസ്മയമായി തുടരുകയാണ്. സഹതാരങ്ങൾ അദ്ദേഹത്തെ ആഹ്ലാദത്തോടെ വാനോളം ഉയർത്തുമ്പോൾ അത് വെറുമൊരു ഗ്രൗണ്ടിൽ ആഘോഷമല്ല, മറിച്ച് ലോകമെമ്പാടുമുള്ള ദശലക്ഷക്കോടിക്കണക്കിന് ആരാധകരുടെ സ്നേഹവും ആദരവുമാണ് അവർ ഒറ്റ നിമിഷത്തിൽ പ്രതിഫലിക്കുന്നത്. ഈജിപ്ത് അയാളെ ഈ മത്സരത്തിൽ നന്നായി തളക്കുന്നുണ്ടായിരുന്നു. മധ്യനിരയിൽ മർവൻ അറ്റിയെയും ഹംദ് ലാഷിനും മെസ്സിയിലേക്കുള്ള സപ്ലൈ ലൈനുകളും തടസ്സപ്പെടുത്തിക്കൊണ്ട് അദ്ദേഹത്തിന്റെ ഇമ്പാക്ട് കുറക്കാനുള്ള ശ്രമങ്ങളായിരുന്നു. ഈജിപ്ത് ലീഡെടുത്തതിനു ശേഷം കിട്ടുന്ന പെനാൽറ്റി മിസ്സാകുന്നതോടുകൂടി സമ്മർദ്ദം കൂടുന്നു. മെസ്സിയുടെ പെനാൽറ്റികൾ പ്രെഡിക്റ്റബിൾ ആയി തുടങ്ങുന്നു എന്നതൊരു വസ്തുതയാണ്. രണ്ടാം പകുതിയിൽ പ്രതീക്ഷിച്ചതുപോലെ തന്നെ ഈജിപ്ത് പ്രതിരോധത്തിലേക്ക് മാറുന്നു. 67-ാം മിനിറ്റിൽ ഒരു വേഗതയാർന്ന കൗണ്ടറിൽ നിന്നും ഈജിപ്ത് വീണ്ടും ഗോളടിക്കുന്നതോടെ സമ്മർദ്ദം എല്ലാ സീമകളും ലംഘിക്കുകയാണ്. എന്നാൽ മെസ്സി കുറച്ചുകൂടെ പുറകോട്ടിറങ്ങുന്നു, റൈറ്റ് വിങ്ങിലേക്ക് വരുന്നു. സ്പേസ് സൃഷ്ടിക്കപ്പെടുകയാണ്. അർജന്റീന തിരിച്ചടിക്കുമെന്ന് പ്രിയപ്പെട്ടവരോട് ഉറപ്പിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴും ഇനിയൊരു തിരിച്ചുവരവ് ഏറെക്കുറെ അസാധ്യമാണെന്ന ചിന്തകൾ മനസ്സിനെ വലിച്ചു തുടങ്ങിയിരുന്നു. പക്ഷേ നമുക്ക് മെസ്സിയോട് പരിഭവമൊന്നുമില്ല. ക്ഷണിതമായ ഒരു ജീവിതത്തിൽ അർജന്റീനയ്ക്ക് വേണ്ടി ചെയ്യാവുന്നതിലും അപ്പുറം ആ മനുഷ്യൻ ചെയ്തു കഴിഞ്ഞു എന്നതറിയുന്നവർ പിഴക്കുന്നത് മറ്റുള്ള ടീമംഗങ്ങളെയാണ്. മെസ്സി തന്റെ അവസാനത്തെ ലോകകപ്പ് മത്സരം കളിക്കുകയാണെന്നത് നമ്മുടെ മനസ്സുകൾ ഏതാണ്ട് ഉറപ്പിക്കുകയും ചെയ്തിരുന്നു. പരാജയം അംഗീകരിക്കുന്ന മെയിൻ സെറ്റിൽ ആരാധകരിക്കുമ്പോൾ ലയണൽ മെസ്സി ഈജിപ്തിന്റെ ആധിപത്യത്തിന് മേൽ സ്വയം അൺലിഷ് ചെയ്തിറങ്ങുകയാണ്. മനോഹരമായ ഗോളുകൾ, അതിലും സുന്ദരമായ അസിസ്റ്റുകൾ, നമ്മളെ അനവധി തവണ ത്രസിപ്പിച്ച കാഴ്ചകൾക്കും അപ്പുറത്തേക്ക് ലയണൽ മെസ്സി തന്റെ ഗെയിമിന് ഉയർത്തുമ്പോൾ അതൊരു വ്യത്യസ്തമായ അനുഭവമായിരുന്നു. 4 കൊല്ലം മുമ്പേ ഖത്തറിൽ ഓരോ കളിയും നൗക്കൗട്ടായി മാറിയപ്പോൾ നമ്മളതിന്റെ ഒരു ഗ്ലിംസ് കണ്ടിട്ടുണ്ട്. എല്ലാ മനോഹാരിതക്കും അപ്പുറത്തേക്ക് ലയണൽ മെസ്സിയിലെ ഏറ്റവും മികച്ച പ്രകടനമാണ് അന്ന് കണ്ടത്. ഏറ്റവും നിർണായകമായ മത്സരത്തിൽ കടുത്ത സമ്മർദ്ദത്തെ മറികടന്നുകൊണ്ട് കൗണ്ടർ പഞ്ചുകൾ നൽകാനുള്ള തന്റെ കഴിവിന് ഒരു കോട്ടവും വന്നിട്ടില്ലെന്ന ഓർമ്മപ്പെടുത്തലാണ്. ക്രിസ്ത്യൻ റൊമേറോക്ക് പിൻ പോയിന്റ് അസിസ്റ്റ് നൽകുന്നു. പുറകെ ഒരു ഫസ്റ്റ് ടൈം ഷോട്ടിലൂടെ ഫിനിഷ് ചെയ്യുന്നു. മിനിറ്റുകൾക്കുള്ളിൽ അർജന്റീനയെ ഒപ്പമെത്തിക്കുന്നു. വിമർശകരും ആരാധകരും പലപ്പോഴും ചിന്തിച്ച് പോകുന്നുണ്ടായിരിക്കാം, ഇതിൽ കൂടുതൽ ഇയാൾ എന്ത് ചെയ്യാനാണ്. സ്റ്റേറ്റ്മെന്റ് ഉടനെ തന്നെ വരുന്നുണ്ട്, ഐ ആം നോട്ട് ഡൺ ഇറ്റ്. ഹാഫ് ടൈമിൽ പുറകിൽ നിന്ന ശേഷം അർജന്റീന ലോകകപ്പിൽ ഇന്നേ വരെ ഒരു മത്സരം ജയിച്ചിട്ടില്ല എന്ന ചരിത്രം തിരുത്തി കുറിക്കപ്പെടുമ്പോൾ അതിന്റെ കറ്റലിസ്റ്റ് വേറെയാണ്. വൺ ലാസ്റ്റ് ഡാൻസ് എന്നതൊരു മറക്കാൻ കഴിയാത്ത അനുഭവമായി ലോകമെമ്പാടുമുള്ള ഫുട്ബോൾ പ്രേമികളുടെ മനസ്സിൽ അടയാളപ്പെടുത്തി വെക്കുകയാണ്. 8 ഗോളുകൾ, 2 അസിസ്റ്റുകൾ. ലോകകപ്പ് ചരിത്രത്തിൽ 6 തുടർച്ചയായ നൗക്കൌട്ട് മത്സരങ്ങളിൽ സ്കോർ ചെയ്യുന്ന ആദ്യത്തെ കളിക്കാരൻ. തുടർച്ചയായി 9 ലോകകപ്പ് മത്സരങ്ങളിൽ ഗോളുകൾ നേടുന്നു. 21 ഗോളുകളുമായി ലോകകപ്പുകളിൽ എക്കാലത്തെയും മികച്ച ഗോൾ വേട്ടക്കാരനെന്ന റെക്കോർഡ് കയ്യിലുള്ളപ്പോൾ തന്നെ 9 അസിസ്റ്റുകളുമായി ഏറ്റവും കൂടുതൽ അസിസ്റ്റുകൾ നൽകിയവനെന്ന റെക്കോർഡും കയ്യിൽ വെക്കുന്നു. വർണ്ണിച്ചും വിശേഷിപ്പിച്ചും നമ്മൾ തളർന്നതാണ്. നമ്മളെ വിസ്മയിപ്പിച്ചുകൊണ്ടിരിക്കുന്ന കാര്യത്തിൽ ആ മനുഷ്യനൊരു തളർച്ചയുമില്ല. പ്രിയപ്പെട്ട ലയണൽ ആന്ദ്രാസ് മെസ്സി, ഗോട്ടെന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരിക്കേണ്ട കാര്യവുമില്ല, അതങ്ങനെ തന്നെയാണ്. ഒരേ ഒരു മെസ്സി. ലോക ഫുട്ബോളിന്റെ ഇതിഹാസങ്ങൾ തിരഞ്ഞെടുത്ത് വായിച്ചാൽ ഒരിക്കലും എഴുതി മാറ്റാൻ കഴിയാത്ത ഒരു അധ്യായമുണ്ട്, അർജന്റീന നാഷണൽ ഫുട്ബോൾ ടീം. കാരണം ആ നീലവെള്ള ജേഴ്സിക്ക് തോൽവിയുന്നത് അവസാന വരിയല്ല, അത് അടുത്ത തിരിച്ചുവരവിന്റെ ആദ്യ വരിയാണ്. കളി കൈവിട്ടെന്ന് ലോകം വിധിയെഴുതുന്ന നിമിഷത്തിലും അർജന്റീന വിശ്വസിക്കുന്നത് ഒരു കാര്യത്തിൽ മാത്രമാണ്, അവസാന വിസിൽ മുഴങ്ങും വരെ കഥ അവസാനിക്കുന്നില്ല എന്നത്.
മൈതാനത്തിന്റെ നടുവിൽ ശാന്തമായി നടക്കുന്ന ഒരാളുണ്ട്. ചിലപ്പോൾ പെനാൽറ്റി നഷ്ടപ്പെടുത്തും, ചിലപ്പോൾ കളിയുടെ വേഗത്തിനൊപ്പം നടന്നതുപോലെയേ തോന്നും, ചിലപ്പോൾ ഒരു ഫ്രീ കിക്കിനായി മാത്രം കാത്തു നിൽക്കും. പക്ഷേ അതാണ് എതിരാളികൾ ചെയ്യുന്ന ഏറ്റവും വലിയ തെറ്റ്. ലയണൽ മെസ്സിയെ ഓടുമ്പോൾ മാത്രമല്ല ഭയക്കേണ്ടത്, നടക്കുമ്പോഴും നിങ്ങൾ ഭയക്കണം. പന്ത് കാലിലില്ലാത്തപ്പോഴും നിങ്ങൾ ഭയക്കണം. പെനാൽറ്റി നഷ്ടപ്പെടുത്തിയ ശേഷവും നിങ്ങൾ ഭയക്കണം. ഫ്രീ കിക്കിന് മുമ്പിൽ നിൽക്കുമ്പോഴും ഏറ്റവും കൂടുതൽ നിങ്ങൾ ഭയന്നിരിക്കണം. വേട്ട അവസാനിപ്പിച്ചുവെന്ന് ഇരകളെ വിശ്വസിപ്പിച്ച ശേഷം അവസാന പ്രഹരം നടത്തുന്ന വേട്ടക്കാരനാണ് ലയണൽ മെസ്സി. റെക്കോർഡ് മെസ്സിയുടെ പേരിൽ ചേരുമ്പോൾ അംഗീകാരം ആ റെക്കോർഡിനാണ്. ലോകകപ്പിൽ 1966 ശേഷം ഏറ്റവും കൂടുതൽ ഗോൾ അസിസ്റ്റ് മെസ്സിയുടെ പേരിലാണ്. മറഡോണയെയാണ് ലയണൽ മെസ്സി മറികടന്നത്. ഈജിപ്തിനെതിരെ ഒരു ഗോൾ നേടിയ മെസ്സി ഒരു ഗോളിന് വഴിയൊരുക്കുകയും ചെയ്തു. ഈ ലോകകപ്പിൽ ഗോൾ നേട്ടം 8 ആയി. ആകെ 21 ഗോളും നേടി.